രഞ്ജിത്തെ, കഴിഞ്ഞ ജൂൺ 23 കൊട്ടാരക്കരയിൽ ബസ് കാത്തു നിന്നവരുടെ അടുത്തേക്ക് ഒരു ടിപ്പർ ലോറി വേഗത്തിൽ ഇടിച്ചു കയറി 3 പേർ മരണപ്പെടുകയുണ്ടായി. ഇപ്പോൾ പുതിയ വിവരങ്ങളനുസരിച്ച് ആ ഒരു വണ്ടിക്ക് പെർമിറ്റ് ഉണ്ടായിരുന്നില്ല, ആ ഒരു ഡ്രൈവറിന് ഹെവി ലൈസൻസ് ഉണ്ടായിരുന്നില്ല എന്നുള്ള വിവരങ്ങളെല്ലാമാണ് പുറത്തു വരുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിലൂടെ അല്ലെങ്കിൽ റോഡുകളിലൂടെ നിരത്തുകളിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് മര്യാദകളില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അതിപ്പോൾ ഈ ഇടയ്ക്ക് നടപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ മദ്യപിച്ച് വാഹനം ഓടിച്ചെന്ന് പറഞ്ഞാൽ അറസ്റ്റിലായതേ ഉള്ളൂ. എന്തുകൊണ്ട് ഈ ഡ്രൈവേഴ്സ് ഇതിൽ അതായത് റോഡിലൂടെ അവർ മാത്രമല്ല പോകുന്നത്, നമ്മൾ മൂലം മറ്റൊരാൾക്ക് ഒരു അപകടം ഉണ്ടാവരുത് എന്നുള്ളതാണ്. ഇതിലെന്തുകൊണ്ട് അവർ ശ്രദ്ധ ചെലുത്തുന്നില്ല? ഇതൊരു വലിയൊരു നിയമവീഴ്ച തന്നെ. ഹെവി ലൈസൻസ് പോലും ഇല്ലാത്ത ഒരാൾ ഈ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് പോയി അവിടെ ഇടിച്ച് കയറ്റാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ഗുരുതരമായിട്ടുള്ള നിയമവീഴ്ചയാണ്. ഇതിപ്പോൾ നമ്മുടെ നിയമവ്യവസ്ഥ എത്ര ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവനവൻ തീരുമാനിക്കണം. ഒരു അപകടം ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അവനവൻ തന്നെ തീരുമാനിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ പലവിധ അപകടങ്ങൾ നമ്മുടെ കേരളത്തിൽ സംഭവിക്കാറുണ്ട്. ഈ ഒട്ടുമിക്ക സംഭവങ്ങളിലൊന്നും ഈ വാഹനത്തിന് അതിൻ്റേതായിട്ടുള്ള നിയമത്തിൻ്റേതായിട്ടുള്ള അല്ലെങ്കിൽ ആ വാഹനത്തിൻ്റേതായിട്ടുള്ള ആവശ്യപ്പെട്ട രേഖകൾ ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ 17 വർഷം പഴക്കമുള്ളതാണ് ഈ ലോറി, അതൊന്ന്. കൂടാതെ ഈ ഒരു ലോറി പോയി എന്ന് പറയുന്ന സമയം എന്ന് പറയുന്നത് രാവിലെ സ്കൂൾ ടൈമിങ്ങിൻ്റെ ഒരു സമയമാണ്. ഈ സ്കൂൾ ടൈമിങ്ങിൻ്റെ സമയത്ത് ഭാരവാഹനങ്ങൾ ഓടിക്കരുത് എന്ന് കർശന നിയമമുണ്ട്. മാത്രമല്ല ഈ ഒരു റോഡിലൂടെ പോയാൽ അപകടം സംഭവിക്കില്ല എന്ന് നാട്ടുകാർ തന്നെ പറയുന്നു. അപ്പോൾ നമ്മൾ കരുതണം ആ ഒരു വണ്ടിയുടെ സ്പീഡ് എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ കരുതണം. അതായത് എളുപ്പത്തിൽ പോയാൽ ഇത്ര പെട്ടെന്ന്, അതായത് പോലീസിനെ വെട്ടിച്ച് പോകുന്ന വഴിയാണ് ഇതുപോലെ ആ വാഹനാപകടം ഉണ്ടായതെന്നാണ് പ്രദേശവാസികൾ ചിലർ പറയുന്നത്. അപ്പോൾ ഇവർക്ക് പെർമിറ്റ് കൊടുക്കുന്ന ഉദ്യോഗസ്ഥർക്കും അല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിച്ച് ഇവർക്ക് ആവശ്യമായിട്ടുള്ള സേവനം ചെയ്തു കൊടുക്കുന്ന ഉദ്യോഗസ്ഥരും ഈ ഒരു ക്രൈമിൽ തന്നെ പങ്കാളിയല്ലേ? തീർച്ചയായിട്ടും അതേന്ന് പറയേണ്ടി വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കർശനമായിട്ടുള്ള നിയമങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ കൊണ്ട് അത് പാലിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ ഉണ്ടാകുക എന്നുള്ളതാണ് ഇതുപോലെ കേസിനെതിരെ. അതായത് മാതൃകാപരമായിട്ടുള്ള ശിക്ഷാരീതികൾ ഉണ്ടാവണം. അത് ഈ കേസിന് മാത്രമല്ല, ഏതൊരു കേസ് എടുത്താലും മറ്റൊരാൾക്ക് ഇത് ചെയ്യാൻ തോന്നരുത്, പേടി ഉണ്ടാവണം നിയമത്തെ. അതിപ്പോൾ ഇല്ല. ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്നു. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു ഡിബേറ്റിൽ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം പീഡിപ്പിച്ചാൽ ഈ വർഷം പീഡിപ്പിക്കും. പക്ഷെ അങ്ങനെയല്ല ഈ ഒരു കേസിൽ വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു വാഹനത്തെ പോലീസ് പിടിക്കുന്നു അല്ലെങ്കിൽ MVD പിടിക്കുന്നു, ഫൈനും കൊടുക്കുന്നു, അടയ്ക്കുന്നു, ഇറങ്ങുന്നു. ചെറിയ പിഴത്തുക അടച്ചാൽ പോലും ഈ ഒരു പെർമിറ്റ് ഇല്ലാത്ത വാഹനം നിരത്തിൽ ഇറക്കി സർവീസ് നടത്താൻ ഉള്ള ഇൻഫ്ലുവൻസ് ഈ ഉദ്യോഗസ്ഥർക്കിടയിൽ ഉണ്ടാവുമല്ലോ, ഈ ഒരു വാഹനത്തിന്റെ മുതലാളിക്ക്. അപ്പോൾ ഇത് ഒരു ഉദ്യോഗസ്ഥ തലത്തിലുള്ള വീഴ്ച കൂടിയാണ്. മറ്റൊരു കാര്യം, ഇപ്പോൾ രഞ്ജിത്ത് തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഒരു ഇൻഫ്ലുവൻസർ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് പോലീസ് കൈ കാണിച്ചു, പിടിച്ചു നിർത്തി എന്ന് പറയുന്നു. ആ ഒരു ഇൻഫ്ലുവൻസറിന് കമൻ്റ് ഇട്ടിരിക്കുകയാണ്. അതായത് വെള്ളം അടിച്ച് വണ്ടി ഓടിച്ചതിന് MVD പിടിച്ചതല്ലേന്ന്. അതിൻ്റെ താഴത്തെ ഈ ഇൻഫ്ലുവൻസറിൻ്റെ കമൻറ്റ് തെറിയിൽ തുടങ്ങി തെറിയിൽ അവസാനം പറയുന്നതാണ്, ഞാനൊരു ബിയർ മാത്രമേ അടിച്ചിട്ടുള്ളൂ, ബിയർ അടിച്ചതിനാണ്, അത് ഡ്രങ്ക് ആൻഡ് ഡ്രൈവിന് ചെറിയ പിറ്റ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് എന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലൊന്നും ഇട്ടിട്ടില്ല എന്ന്. ഈ നിയമങ്ങളെയൊക്കെ നിസ്സാരവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ ഇൻഫ്ലുവൻസേഴ്സ് ഏറ്റവും കൂടുതൽ പറയുന്ന കാര്യങ്ങളാണ് ഇവരെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന കുറച്ച് പേരെങ്കിലും കേൾക്കുന്നത്. അപ്പോൾ അവർക്ക് തോന്നില്ലേ, വെള്ളം അടിച്ച് വണ്ടി ഓടിച്ച് ബിയർ അടിച്ച് വണ്ടി ഓടിച്ചാൽ ഇപ്പൊ എന്താ പ്രശ്നം, ഫൈൻ അടച്ചാൽ പോരെ? നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട്? അതായത് ഇപ്പൊ തെറ്റാണ് നമ്മൾ അംഗീകരിച്ച്, പ്രത്യേകിച്ച് അത്യാവശ്യം മാസ് വ്യൂവർഷിപ്പ് ഉള്ള ഒരു ചാനലിനകത്ത് വന്നിരുന്നിട്ട് ഇത് ഇത്രയേ ഉള്ളൂ, ഈ കേസ് ഇങ്ങനെയൊക്കെ ഉള്ളെന്ന് ഒരിക്കലും വന്ന് പറയരുത്. അത് കേസ് എടുക്കണം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇല്ലേ? കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നിയമത്തെ നിസ്സാരവൽക്കരിച്ച് കാണിക്കരുത്. ഇപ്പൊ ഇത് കാണുന്നവരെന്താ വിചാരിക്കുന്ന, ഇത് ഇത്രേ ഉള്ളൂ, എന്തെങ്കിലും വെള്ളം അടിച്ചാൽ ഒരു 10-500 രൂപ കഴിഞ്ഞ്. അത് മാത്രമല്ല, ഇപ്പോൾ ഒരു ഡ്രൈവറിനും ഒരു വണ്ടി ഭ്രാന്തനും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഒരു ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ആ ഒരു ഡ്രൈവർ അവൻ ഓടിക്കുന്ന വാഹനം തനിക്കെതിരെ വരുന്ന അല്ലെങ്കിൽ തൻ്റെ ഒപ്പം സഞ്ചരിക്കുന്ന ആൾക്കാരുടെയും ജീവനൊപ്പം ഈ റോഡിൽ സഞ്ചരിക്കുന്ന മറ്റ് വാഹനങ്ങളുടെ ജീവൻ മുന്നിൽ കണ്ടാണ് വാഹനം ഓടിക്കുന്നത്. പക്ഷേ വണ്ടി ഭ്രാന്തൻ അങ്ങനെയാണോ?
ഒരു വണ്ടിഭ്രാന്തൻ അങ്ങനെയാണോ ചെയ്യുന്നത്? ഇപ്പോൾ റാഷായിട്ടുള്ള രീതിയിൽ വാഹനം ഓടിച്ച് റീല് പകർത്തുന്ന പലരെയും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്. അതായത് നമ്മുടെ മലബാർ മേഖലയിലാണെന്ന് തോന്നുന്നു, ഇതുപോലെ ഒരു വിവാഹത്തിൻ്റെ ഇടയ്ക്ക് വാഹനത്തിൻ്റെ സൺറൂഫില്ലേ, അതിൻ്റെ മുകളിൽ 2 പേര്, 4 ഡോറും തുറന്ന് 2 പേര്, ഡിക്കിയിൽ 2 പേർ, ഇതുപോലെ അപകടകരമായ രീതിയിൽ വാഹനങ്ങൾ ഉപയോഗിച്ച് എന്നിട്ട് റീൽ ഇടുകയാണ്. ഇവരെ വണ്ടി ഭ്രാന്തന്മാരെന്ന് പറയാം. അതായത് വണ്ടിയുടെ പെർഫോമൻസിനെ സ്നേഹിക്കുന്നവർ. ഈ വണ്ടിയുടെ പെർഫോമൻസ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് സമൂഹ മാധ്യമത്തിലേക്ക് ചെയ്യാം. ഈ ഡ്രിഫ്റ്റിങ്ങും അതുപോലെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് നമുക്ക് സോഷ്യൽ മീഡിയാസിലൊക്കെ പോസ്റ്റ് ചെയ്യാം. പക്ഷേ ഇതുമൂലം അല്ലെങ്കിൽ ഇതിനെ അനുകരിച്ച് നിരത്തിലിറങ്ങുന്ന യുവാക്കൾ കാരണം എത്ര അപകടങ്ങൾ ഉണ്ടാവും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതെ, തീർച്ചയായിട്ടും. ഇതുപോലെ തന്നെ ഈ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, കഴിഞ്ഞ ദിവസം ഞാനൊരു റീൽ ഉണ്ടായിരുന്നു. ആ റീലിനകത്ത് ഒരു കാർ ഇങ്ങനെ ഒരു കുട്ടി സ്കൂൾ ബസ്സും കൊണ്ട് വിട്ടിട്ടാണെന്ന് തോന്നുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നില്ല, പെട്ടെന്ന് എടുത്ത് ചാടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പോളോ കാർ വരുന്നു, പെട്ടെന്ന് എല്ലാവരും ജസ്റ്റ് മിസ് ആ വണ്ടി വെട്ടിത്തിരിക്കുന്നു, കൊണ്ടുവന്ന് ബ്രേക്ക് പിടിച്ച് നിർത്തുന്നു. അതാണ് ഒരു പ്രൊഫഷണൽ ഡ്രൈവർ. അതായത് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടൊക്കെ ഡ്രൈവ് ചെയ്യുന്ന ഒരാൾക്ക് അതിന് അങ്ങനെ ഒരു മനസ്സാന്നിധ്യം ഉണ്ടാവും, അത് ചെയ്യാൻ കഴിയും. നേരെ മറിച്ച് നല്ല റാഷ് ഡ്രൈവിംഗ് ആണ് അയാൾ ചെയ്തിരുന്നെങ്കിൽ ആ കുട്ടിയുടെ ജീവനെ ബാധിക്കും. ആ കുട്ടി ചെയ്തെന്ന് ചെയ്യുന്നല്ല, എങ്കിലും ഇങ്ങനെയുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ ഒരു പരിധി വരെ ഇതേപോലെ ഡീസൻ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ സാധിക്കും. പിന്നെ വേറൊരു സംഭവമാണ് എൻ്റെ നാട്ടിൽ നടന്നത്. എൻ്റെ സ്ഥലം കോട്ടയമാണ്. അപ്പോൾ കോട്ടയത്ത് ഈരേൽക്കടവ് കൂടാതെ ശാസ്ത്രി റോഡ്, ഇതുപോലെ അത്യാവശ്യം ഒരു സമാന്തര പാതയുള്ള 1-2 പ്രദേശങ്ങളുണ്ട്. ഈ ഒരു പ്രദേശങ്ങളിൽ ഈ നിലവിട്ട രീതിയിലുള്ള വാഹനങ്ങൾ സഞ്ചരിക്കുന്നുണ്ട്. അതായത് രാത്രി 11:30-12 മണിയാകുമ്പോൾ ഈ ഒരു ബൈക്കിൻ്റെ സൈലൻസർ കട്ട് ചെയ്തിട്ട് ഒരു ഭയങ്കരമായിട്ട് സൗണ്ട് പൊട്ടിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. സൈലൻസറിൽ നിന്നൊക്കെ പൊട്ടിച്ചോണ്ടൊരു പോക്കുണ്ട്, പടക്കം പൊട്ടിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു 100 മീറ്റർ അങ്ങോട്ട് 100 മീറ്റർ ഇങ്ങോട്ട്, അങ്ങനെ ഒരു 3-4 റൗണ്ട്. നമ്മൾ വിചാരിക്കും ഇവന്മാർക്ക് ഭ്രാന്തായതാണോ അതോ വണ്ടിക്ക് ഭ്രാന്തായതാണോ? കാരണം ഈ റോഡിലൂടെ പായുമ്പോൾ ഇവർ കാണുന്നില്ല മറ്റുള്ള ഈ ഓപ്പോസിറ്റ് വരുന്ന കാൽനടക്കാരായാലും മറ്റു വാഹനങ്ങളുള്ളവരെ ഒന്നും അവർ ജീവനായിട്ട് കാണുന്നില്ല. ചില സമയത്ത് ഈ ഒരു ജീവനുമായിട്ട് പായുന്ന ആംബുലൻസിലും വരെ ഓവർടേക്ക് ചെയ്ത ചരിത്രമുണ്ട് ഇവിടെ. അത് ഈ വണ്ടിഭ്രാന്തന്മാർക്ക്. അപ്പൊ ഇവന്മാർ ഈ മറ്റേ നമ്മുടെ നാട്ടിലെ നിയമത്തിന് അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ആക്ടിനൊക്കെ കൊടുക്കുന്ന വില വെറും പുല്ല് വിലയല്ലേ? ശരി തന്നെയാണ്. നമ്മുടെ റോഡുകളിലെ റൂൾസും എല്ലാം നമ്മൾ പാലിച്ചുകൊണ്ട് വേണം ഡ്രൈവ് ചെയ്യാൻ. അത് ഒരു പരിധി വരെ നമ്മുടെ അപകടങ്ങൾ കുറയ്ക്കും എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ സ്കൂളിൻ്റെ പരിസരത്ത് നമ്മൾ ഓടിക്കേണ്ട ഒരു വേഗതയുണ്ട്, ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ നമ്മൾ ഡ്രൈവ് ചെയ്യേണ്ട ഒരു വേഗതയുണ്ട്. ഇതൊക്കെ നമുക്ക് ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളുണ്ട്. അത് മാനിക്കുന്ന വെച്ചാൽ നമ്മുടെ സാഹചര്യം അനുസരിച്ച് പെരുമാറാന്നുള്ളതാണ്. കൃത്യമായിട്ട് ഒരു ബോധമില്ലാതെ സ്വന്തം കാര്യം നോക്കിക്കൊണ്ട് മാത്രം റോഡ് എന്തോ സർക്കസ് കാണിക്കാനുള്ളതാ എന്നുള്ള വിചാരിച്ചത് ഓടിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്കാണ് അപകടം ഉണ്ടാവുന്നത്. നമ്മൾ മൂലം മറ്റൊരാൾക്ക് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ സർക്കസ് വീട്ടിൽ കാണിച്ചോ കുഴപ്പമില്ല, റോഡിൽ സർക്കസ് കാണിക്കാൻ നിൽക്കരുത്. ഇപ്പോൾ ഒരു കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ഇത് കണ്ടാണ്. MVDയുടെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനടക്കം എല്ലാവരും ഒരു കോമ്പിങ്ങിന് ഇറങ്ങി. ഇപ്പോൾ ആ ഒരു കോമ്പിങ്ങിനിടെ ഒരു ഫ്രീക്കൻ ഒരു 500cc ഒരു ബൈക്കും എടുത്ത് കുത്തി അങ്ങ് പായുവാണ്. കൈ കാണിച്ചു, നിർത്തിയില്ല. കുറച്ച് ഫ്രണ്ടിലേക്ക് പോയിട്ടാണ് ഇവൻ കയറ്റി നിർത്തിയത്. ശരിക്കും പറഞ്ഞാൽ അവൻ ഇവിടെ പിടിച്ചിട്ട് ബ്രേക്ക് കിട്ടുന്നില്ല. എന്നിട്ട് 100 മീറ്റർ അപ്പുറത്തേക്ക് മാറിയാണ് ഇവൻ വണ്ടി നിർത്തുന്നത്. പോലീസുകാരെല്ലാവരും കൂടി ഇതുപോലെ ഉദ്യോഗസ്ഥരെല്ലാവരും കൂടി പുറകെ ചെന്നോട് നിനക്കെന്താ ഇവിടെ വണ്ടി കൈ കാണിക്കുന്ന കണ്ടുകൂടെ, നിർത്തിക്കൂടെ എന്ന് ചോദിച്ചു. സാറെ പിടിച്ചിട്ട് നിർത്തിയില്ല. എന്നിട്ട് നീ അതിൻ്റെ അടക്കം എന്തിനാ ഈ നമ്പർ പ്ലേറ്റ് കൊത്തിപ്പിടിച്ച്? അത് ഞാൻ പെട്ടെന്ന് നിങ്ങൾ കൈ കാണിച്ചത് ഇങ്ങനെ നോക്കിയതാന്ന് പറയുന്നത്. ഏത് ഈ MVD ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വെച്ചാണ് ഈ ന്യായം കടന്ന് പറയുന്നത്. എന്നിട്ട് ആ ഉദ്യോഗസ്ഥൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എടാ നിനക്ക് ചാകണമെങ്കിൽ നീ പോയി ചത്താ പോരെ, നിനക്ക് മറ്റുള്ളവരെ കൊല്ലുന്ന എന്തിനാ? അങ്ങനെ പറഞ്ഞ ഉദ്യോഗസ്ഥരെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ തെറി വിളിച്ച കുറച്ച് ഒരു വിഭാഗങ്ങളുണ്ട്. ആ വിഭാഗത്തിനോട് എനിക്കും അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കും അല്ലെങ്കിൽ ഒരു വിഭാഗം ആൾക്കാർക്കും പറയാനുള്ള ഇത് മാത്രമാണ്, നിങ്ങൾക്ക് ചാകണമെങ്കിൽ നിങ്ങൾക്ക് പോയി ചത്തൂടെ, എന്തിനാണ് മറ്റുള്ളവനെ അപകടപ്പെടുത്താൻ വേണ്ടി റോഡിലൂടെയുള്ള മരണപ്പാച്ചിൽ? ചാകാൻ തന്നെ എന്തോ ഒരു വേറെ വഴിയുണ്ട്, അങ്ങനെ വല്ലതും ചെയ്തൂടെ? സാധാരണക്കാരൻ്റെ ജീവൻ എന്തിനാ പണയം വെക്കുന്നത്?